എന്താണ്? ഓഹോ, രണ്ടുപേരുണ്ടോ? ഞാനും നാഗച്ചേട്ടനും കളിക്കായിരുന്നു. താളുമാണ് നാഗനെ വെറും കളിക്കുട്ടിയാക്കുന്നത്. ഇതാ വാള്, രണ്ടുപേരും പോയി ഫൈറ്റ്. നാഗം വന്നേ പിന്നെ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു കുഞ്ഞുണ്ടായിരുന്നു. രണ്ടും നമ്മുടെ മക്കള് തന്നെ. നാഗിനെയും താണുവിനെയും രണ്ടായി കാണാൻ എനിക്ക് കഴിയില്ല. അതെ, നമുക്ക് പോയി നോക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്. തമ്പി, എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ ഗ്രന്ഥങ്ങളുമായിട്ട് ഇരുന്നാലോ? വരുന്നമ്മേ. നോക്കാൻ വേണ്ട, ഈ നാഗൻ ചേട്ടന് എല്ലാ ബലവും കൂടി എന്റെ അടുത്തെടുത്താൽ ഞാനുണ്ടോ ബാക്കി? കൊമ്പനാനയുടെ കരുത്തല്ലേ? താണു, കരുത്തല്ല കാര്യം, കഴിവാണ്. അങ്ങനെ പറ. അപ്പൊ നാഗൻ ചേട്ടന്റെ കരുത്തും എന്റെ കഴിവും കൂടി കൂടിയ ഒരു കഴിവ് പേടിത്തൊണ്ട. നഗ അച്ഛാ, എനിക്ക് വയസ്സായി, പഴയ ബലമോ കഴിവോ ഇല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെ നീ തന്നെ കാക്കണം. ഇന്ന് മുതൽ ഇവരുടെ തലവൻ നീയാണ്. അതെ മോനെ. നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ. നിർത്ത്. കറുത്തും കഴിവുള്ള ഞാനിരിക്കെ കരുമ്പോളം പോന്ന നാഗൻ നായകനാകുക. കേട്ടുമുട്ട് നോക്കിക്കളയാം. വേണമല്ല, വേണം. തലവനെന്ന് തെളിയിക്കട്ടെ. ഓഹോ, വെല്ലുവിളിക്കുകയാണ്. അതെ, എല്ലുമുഴുപ്പും തടിമെടുക്കും കൊണ്ടല്ലേ വെല്ലുവിളിക്കുന്നത്. കളി കളഞ്ഞ് കളി കാണാം. അല്ല, കളി എന്തായാലും കാണാൻ പോകുന്നേ ഉള്ളൂ. ഹയ്യത്തടാ മല്ല, ഞാൻ തയ്യാർ. എന്താ, രണ്ടുപേർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു സന്ദേഹം. അമ്പുവിന് സന്ദേഹം ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല. അമ്മ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കുകയാണ്. എന്റെ മക്കളെ ഞാൻ വഴക്ക് പറയുമോ? ഈ അമ്പു ഓരോ നിപ്പിച്ചോണ്ട് നിന്നെ കൊണ്ടെത്തും. അമ്പുവിന്റെ അമ്മയെ ഞാൻ ഒന്ന് കാണട്ടെ. അമ്പു ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. പിന്നെ തമ്പി പറഞ്ഞതാണ്, ഇന്ന് ഗ്രാമത്തിൽ വലിയ പന്തയമാർ നടക്കുന്നുണ്ട്. അത് കാണാൻ പോണമല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും പന്തയമേളയിൽ പങ്കുകൊള്ളാൻ പ്രമാണിമാരും വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. നാടുവാഴികളും പയറ്റുകാരും പിന്നെ പിന്നെ പ്രഹ്ലാദ രാജാവിന്റെ വെള്ളക്കുതിരയും വന്നിട്ടുണ്ടമ്മേ. മേള കാണണമെങ്കിൽ രണ്ടുപേരും പോയി കണ്ടിട്ട് വരും. ആപത്തിലൊന്നും പോയി തലയിടരുത്. അമ്മ അനുഗ്രഹിച്ചയച്ചാൽ മാത്രം മതി. യാതൊരു ആപത്തും നിങ്ങളെ തീണ്ടേ. സന്തോഷമായിട്ട് പോയി വരും. നിങ്ങൾ ഇരുമ്പ് മുള്ളിലുള്ള ഈ ഉണ്ടകൾ കണ്ടു. ഇവയെല്ലാം ആടിക്കൊണ്ടിരിക്കും. ദേഹത്തൊരു പരിക്ക് പോലും പറ്റാതെ ഇവയ്ക്കിടയിലൂടെ നിങ്ങൾ അപ്പുറത്ത് കിടക്കണം. ആദ്യം മല നോക്ക്. മഹിമശ്രീ പൊരുളാതിരി മഹാരാജൻ ആണ്ടുതോറും തിരുവനത്തിലെ ജന്മദിനാഘോഷം സംബന്ധിച്ച് നടത്താറുള്ള പന്തയം ഇക്കുറി ഈ അരുവിക്കര ഗ്രാമത്തിൽ വെച്ച് നടത്തുകയാണ്. കൽപ്പിച്ചനുവദിച്ചിട്ടുള്ള വെള്ളി നിറച്ച പണക്കിഴികൾ വിജയികൾക്ക് നൽകും. പണത്തിന് പണം വെച്ച് പങ്കെടുക്കുന്നവർക്കോ പന്തയത്തുകയുടെ ഇരട്ടി നൽകും. ആദ്യമായി പൊരുളാതിരിയിൽ നിന്നും എത്തിയിട്ടുള്ള മഹാപണ്ഡിതൻ മംഗലത്ത് നമ്പൂതിരിയുമായി തർക്കത്തിനോ യുക്തിക്കോ തയ്യാറുള്ളവർക്ക് ഇരിക്കാം. വരാം, ആർക്ക് വേണമെങ്കിലും വരാം. യുക്തിക്കോ തർക്കശാസ്ത്രത്തിനോ ആർക്ക് വേണമെങ്കിലും വരാം. വന്നോളൂ, വന്നോളൂ. നീയോ? ഇരുന്നോ, ഇരുന്നോ.
എന്താ നാക്കില്ലെങ്കിൽ തിരിച്ചു പോയിക്കോളൂ പോയിക്കോളൂ. ഇല്ല, പോളില്ല. ഈ പാത്രത്തിലുള്ള എള്ള് വെറും കൈകൊണ്ട് പിഴിഞ്ഞ് എണ്ണ എടുക്കണം. അതാണ് പരീക്ഷ.